ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമതി ഹോം അപ്ലയൻസ് എന്ന ശ്രുതിയുടെ പുതിയ കട ചന്ദ്രമതി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഷോപ്പിനകത്തേക്ക് കയറി ശ്രുതി കൂടി ഭദ്രദീപം തെളിയിക്കുന്നതോടെ ഓണറുടെ ചെയറിലേക്ക് ശ്രുതി ഗമയോടെയും അഭിമാനത്തോടെയും കയറിയിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും പഴയ ഓണർ ഷോപ്പിന്റെ താക്കോലും രേഖകളുമായി ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ശ്രുതിയുടെ കൈ കൊടുക്കാനായി തുടങ്ങുമ്പോഴേക്കും ശ്രുതി അത് തടഞ്ഞോണ്ട് അമ്മയാണ് ഞങ്ങളുടെ ഐശ്വര്യത്തിന് കാരണം, അമ്മയുടെ കയ്യിൽ തന്നെ കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അയാൾ അത് ചന്ദ്രമതിയുടെ കയ്യിലേക്ക് കൊടുക്കുക. ചന്ദ്രമതിയാണേൽ അത് അഭിമാനത്തോടെ ഏറ്റുവാങ്ങിക്കൊണ്ട് ശ്രുതിയുടെ കയ്യിലേക്കായി വെച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവരോടും യാത്ര പറഞ്ഞ് അയാൾ ഇറങ്ങുമ്പോൾ അയാൾ സച്ചിയോടായി നല്ലൊരാളുടെ കയ്യിലാണല്ലോ ഷോപ്പ് ഏൽപ്പിച്ചതെന്നുള്ള അഭിമാനത്തോടെ താൻ യാത്ര ഇറങ്ങാണെന്ന് പറയുമ്പോൾ ഷോപ്പ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് സച്ചിയും അയാളോട് പറയുമ്പോൾ അയാൾ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. പിന്നീട് മിക്സിയെല്ലാം നോക്കുന്ന രേവതിയാണ് കാണിക്കുന്നത്. അവൾ മിക്സി നോക്കണ കണ്ട് സച്ചി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എല്ലാത്തിനും നല്ല വിലയാണല്ലോ എന്ന് രേവതി പറയുമ്പോൾ പണ്ട് കാലത്തെല്ലാം അമ്മിയിലല്ലേ അരച്ചോണ്ടിരുന്നത്, അന്ന് എല്ലാവർക്കും ആരോഗ്യവും ഉണ്ടായിരുന്നു. നമ്മൾ കാശ് കൊടുത്ത് അസുഖം വാങ്ങുന്നു, അവർ ഈ സാധനങ്ങൾ വിറ്റ് പണക്കാരാവുന്നു എന്നൊക്കെ സച്ചി പറയുമ്പോൾ പെണ്ണുങ്ങൾക്ക് വേഗം ജോലി തീർത്ത് ഒന്ന് റെസ്റ്റ് എടുക്കുക, ഇങ്ങനെയുള്ള യന്ത്രങ്ങളൊക്കെ എന്ന് രേവതിയും പറയുന്നുണ്ട്. പിന്നീട് അവൾ അതിൽ നിന്ന് ഏറ്റവും വില കുറഞ്ഞൊരു മിക്സി സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് മഹിമ അവിടെ എന്തൊക്കെയോ തിരഞ്ഞുകൊണ്ട് നടക്കണ കണ്ട് ചന്ദ്രമതിയുടെ കൂട്ടുകാരി അവളോട് അവര് കാര്യമായ തിരച്ചിലാണല്ലോ എന്ന് പറയുമ്പോൾ അവര് കാര്യമായിട്ട് എന്തെങ്കിലും വാങ്ങുമെന്ന് ചന്ദ്രമതിയും പറയുന്നുണ്ട്. തിരച്ചിലിനൊടുവിൽ ഒരു സെൻട്രലൈസ്ഡ് AC തന്നെ അവരങ്ങ് ബുക്ക് ചെയ്യുമ്പോൾ അതിന് ലക്ഷങ്ങളാണ് വിലയെന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും തനിക്കതൊന്നും പ്രശ്നമല്ലെന്ന് പറഞ്ഞ് മഹിമ ആ AC ബുക്ക് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ കച്ചവടം തന്നെ ലക്ഷങ്ങളുടേതാണല്ലോ എന്നോർത്ത് സച്ചിയും ശ്രുതിയും ചന്ദ്രമതിയുമെല്ലാം അഭിമാനത്തോടെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതിയും സച്ചിയും കൂടി ക്യാഷ് കൗണ്ടറിലേക്ക് ചെല്ലുമ്പോഴേക്കും ചന്ദ്രമതി അവരെ തടഞ്ഞു നിർത്തി കാര്യം ചോദിക്കുന്നുണ്ട്. വീട്ടിലേക്കായി ഒരു മിക്സി വാങ്ങിയതാണെന്നും അതിന് ക്യാഷ് അടക്കാനായി പോവുകയാണെന്നും രേവതി പറയുമ്പോൾ ഇത് വളരെ വില കുറഞ്ഞൊരു സാധനമല്ലേ, ഇതാണോ ആദ്യം വാങ്ങിക്കുന്നത്? വർഷയുടെ അമ്മ ഒരു സെൻട്രലൈസ്ഡ് AC വാങ്ങിയേക്കുന്ന, ലക്ഷങ്ങൾ വിലയുണ്ട് അതിന്. ഒരു 10,000 നിങ്ങളടുത്ത് തികച്ചെടുക്കാനുണ്ടാവോ എന്ന് ചന്ദ്ര ചോദിക്കണ കേട്ട് അതിനെന്താ, ഞങ്ങള് 10,000-ന്റെ മിക്സ് വാങ്ങിക്കണമെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ചന്ദ്രമതി പറയണ കേട്ട് അച്ചമ്മ അവരെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും വലിയ ആളുകൾ എടുത്താളെ കടയ്ക്ക് ഐശ്വര്യമുണ്ടാവുന്ന അമ്മ വിചാരിക്കുന്നതെന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ എന്താ കുഴപ്പം? അവരെ പോലെയുള്ള വലിയ ആളുകൾ കടയിൽ നിന്ന് ആദ്യമായി സാധനം വാങ്ങിച്ചാൽ അത് കടയ്ക്ക് തന്നെ ഒരു ഐശ്വര്യമായിരിക്കും. ആദ്യമേ പൂ കെട്ടുന്നവൾ വാങ്ങിച്ചാൽ ഒരു ഐശ്വര്യവും ഉണ്ടാവില്ല എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ എൻ്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം രേവതിയാണെന്ന് സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദ്യത്തെ ബില്ല് മഹിമയുടേതാണെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവരെയും വിളിച്ചോണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ഇതെല്ലാം കണ്ട് വിഷമത്തോടെ നിൽക്കണ രേവതിയെ നോക്കി ഇത് അവന്റെ കടയല്ലേ, അവൻ എന്ത് വേണേലും ചെയ്യട്ടെ, മോൾ അതൊന്നും മനസ്സിൽ വെക്കേണ്ടെന്ന് പറഞ്ഞ് രവീന്ദ്രനും രേവതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ശ്രുതി ബില്ലടിക്കുമ്പോൾ മഹിമ ലക്ഷങ്ങൾ തന്നെ റെഡി ക്യാഷായി കൊടുക്കണ കണ്ട് ചന്ദ്രമതിയുടെ കണ്ണു തള്ളുന്നുണ്ട്. ഇത് കണ്ട് വിഷമത്തോടെ നിൽക്കണ രേവതിയോടായി എന്തിനാ ഇപ്പോൾ നീ മിക്സി വാങ്ങിച്ചെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. വീട്ടിലുള്ള മിക്സി കേടായെന്നും നന്നായി അരയുന്നില്ലെന്നും രേവതി പറയുമ്പോൾ അതുകൊണ്ടാണല്ലോ നിന്നെല്ലാരും കൂടി ഇപ്പോൾ അരച്ചതെന്ന് സച്ചിയും ചോദിക്കുന്നുണ്ട്. ഇന്നൊരു നല്ല ദിവസമായിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കല്ലേ, നമ്മൾ കാരണം ഒരു കലഹവും ഉണ്ടാവരുതെന്ന് പറഞ്ഞ് രേവതി അവനെ അടക്കി നിർത്തുന്നുണ്ട്.